നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ സുതാര്യമായതും കൃത്യമായതുമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് ഫുട്ബോൾ ലോകത്ത് വാർ ടെക്നോളജി നടപ്പിലാക്കപ്പെട്ടത്. വീഡിയോ അസിസ്റ്റന്റ് റഫറിയുടെ സഹായത്താൽ മുഖ്യ റഫറിക്ക് കൂടുതൽ കൃത്യമായ യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ മികച്ച രൂപത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വാർ ഫുട്ബോൾ ലോകത്ത് നടപ്പിലാക്കപ്പെട്ടത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും നേരത്തെ തന്നെ വാർ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വാർ ഉണ്ടായിട്ടും റഫറിമാരുടെ ഭാഗത്ത് നിന്ന് തെറ്റായ തീരുമാനങ്ങൾ ഒരുപാട് തവണ സംഭവിക്കുന്നുണ്ട്. കൂടാതെ കളിയുടെ ആ ഒരു സ്വാഭാവികമായ ഒഴുക്കിനെ ഈ ഒരു വാർ ഇപ്പോൾ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഗോൾ ആഘോഷങ്ങളെ നല്ല രൂപത്തിൽ ഇത് ബാധിക്കുന്നുണ്ട്. ഫുട്ബോളിന്റെ ആസ്വാദനത്തെ മൊത്തത്തിൽ തന്നെ വാർ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനൊക്കെ പുറമെ പലവിധ വിവാദങ്ങളും ഈ ഒരു വാർ കാരണം ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിക്കാനാണ് ഇപ്പോൾ വാർ സഹായകരമായിട്ടുള്ളത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. പ്രീമിയർ ലീഗിലെ പല ക്ലബ്ബുകൾക്കും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായമുണ്ട്. അടുത്ത മാസം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വാർഷിക ജനറൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ വോൾവ്സ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് വാർ അടുത്ത സീസണിൽ പ്രീമിയർ ലീഗിൽ നിന്നും ഒഴിവാക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് അടുത്ത മാസത്തെ മീറ്റിംഗിൽ വാർ ഒഴിവാക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു വോട്ടിംഗ് നടത്തേണ്ടതുണ്ട്. പ്രീമിയർ ലീഗിലെ 20 ക്ലബ്ബുകളാണ് ഇതിൽ പങ്കെടുക്കുക. ഇതിൽ 14 അതിൽ കൂടുതൽ ക്ലബ്ബുകളോ അനുകൂലിച്ച് വോട്ട് ചെയ്താൽ മാത്രമാണ് വാർ സിസ്റ്റം എടുത്ത് കളയാൻ സാധിക്കുക. അല്ലാത്ത പക്ഷം വാർ പ്രീമിയർ ലീഗിൽ തന്നെ തുടർന്നേക്കും. പൊതുവിൽ പല ക്ലബ്ബുകൾക്കും വാർ എടുത്ത് ഒഴിവാക്കുന്നതിനോട് തന്നെയാണ് യോജിപ്പ് ഉള്ളത്. ഏതായാലും വോട്ടിംഗ് നടത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ വോട്ടിങ്ങിന് ശേഷം മാത്രമാണ് കൃത്യമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ ദി അത്ലറ്റിക് ആണ് ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വാർ ഉണ്ടായിട്ടും റഫറിംഗ് മിസ്റ്റേക്ക് വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ വാറിന്റെ ആവശ്യമില്ല എന്നാണ് പൊതുവിലുള്ള ഒരു അഭിപ്രായം. 14 ക്ലബ്ബുകൾ വാർ എടുത്ത് ഒഴിവാക്കുന്നതിനോട് യോജിപ്പ് പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ വാർ ടെക്നോളജി ഇല്ലാത്ത ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.